ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ, അതുപോലെ തന്നെ ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ, ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറിയ ഒരാഴ്ചയായിരുന്നു. അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് വീക്ക് ടു വീക്ക് റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ജപ്പാനിലും ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ചൈനയിലെ കഴിഞ്ഞ ആഴ്ചയിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും 10-year 4 ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ ചൈനീസ് മാർക്കറ്റിലുണ്ടായിരുന്നു. വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ചിപ്പ്, അതുപോലെ തന്നെ AI റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ വീണ്ടും ചൈനയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എൻവിഡിയയുടെ ചിപ്പുകൾക്ക് പകരമായിട്ട് ചൈനീസ് കമ്പനികൾ സ്വന്തം ചിപ്പുകൾ ഇറക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ചൈനീസ് മാർക്കറ്റിൽ കാണുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിരുന്നു. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ്, സ്പോട്ട് ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സിൽവർ പുതിയ 14-year ഹിറ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച വീണ്ടും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് ഹൈയിലാണ്. $3,684 പെർ ഔൺസിനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള സ്പോട്ട് ഗോൾഡിൻ്റെ പ്രൈസ്. $3,707.57 പെർ ഔൺസാണ്. ഒപ്പം സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവർ $43.01 പെർ ഔൺസിനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് സിൽവർ 43.15 പുതിയ റെക്കോർഡ് 14-year ഹൈ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കോപ്പറും പുതിയ 15-month ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അലുമിനിയം, സിങ്ക്, മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ സിൽവറിൻ്റെയൊക്കെ സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലെ സൊസൈറ്റി ജനറാൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ 7% ഇതുവരെ ഗോൾഡിൻ്റെ അലോക്കേഷൻ ഉണ്ടായിരുന്നത്. അത് 10% കൂട്ടിയിരിക്കുകയാണ്. ഇതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ സിൽവറിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും പോസിറ്റീവാണ്. സിൽവർ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ കമോഡിറ്റികളിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ ഈ കമോഡിറ്റികൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി $USന് അഗൻസ്റ്റ് ആയിട്ട് വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 88.30 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ US പൊതുവെയുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റ് ആണ്. ആൽഫബറ്റ് നല്ല രീതിയിലാണ് മുന്നേറിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അതുപോലെ തന്നെ അതിന് മുന്നുള്ള പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു, ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരുന്നൊരു ഇൻഫർമേഷൻ തന്നെയാണ്. ആൽഫബറ്റ് അടുത്ത ദിവസങ്ങളിൽ $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്യുന്നുള്ള കാര്യം. അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ടെസ്ല, മെറ്റാ പ്ലാറ്റ്ഫോം ഈ സ്റ്റോക്കുകൾ മുന്നേറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച മൈക്രോസോഫ്റ്റ് മുന്നേറിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരുന്നു. 0.25% കട്ട് ചെയ്ത് 4%-നും 4.2% നിരക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി അമേരിക്കൻ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസിൻ്റെ കാര്യത്തിലും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം എമർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിച്ചും ഇതൊരു പോസിറ്റീവ് തന്നെയാണ്. അടുത്ത മീറ്റിങ്ങുകളിലും US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഗോൾഡിൻ്റെ കാര്യത്തിലും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ എമർജിംഗ് സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ കാണാൻ പോകുന്നത്. ഒപ്പം ചൈനയിലെ
പ്രൊഡക്റ്റാണ് ടിക്ടോക്ക്. അതിൻ്റെ ഓണർഷിപ്പ് അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന ടിക്ടോക്കിൻ്റെ ഓണർഷിപ്പ് അമേരിക്കൻ കമ്പനികൾ സ്വന്തമാക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച US ഗവൺമെൻറ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. H1B വിസ ഫീ $1,00,000 ഉയർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ. ഈ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സിസ്റ്റിംഗ് H1B വിസ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ റിന്യൂവലിനൊന്നും തന്നെ ഇത് ബാധകമല്ല. അതോടൊപ്പം തന്നെ 2025 ലോട്ടറി സിസ്റ്റത്തിൽ അലോക്കേഷൻ നടത്തിയിട്ടുള്ള H1B വിസകൾക്കും ഇത് ബാധകമല്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ ആശ്വാസകരമാണ്. കാരണം അമേരിക്കയിൽ ഈ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം അമേരിക്കയിൽ ട്രേഡ് ചെയ്തിരുന്ന ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും ഒക്കെ ADRകൾ 7-7.5% വരെയൊക്കെ താഴെ പോയിരുന്നു. ക്ലോസ് ചെയ്യുമ്പോഴും 3.5-4% താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് തന്നെയാണ്. അതേസമയം പുതിയ വിസ ആപ്ലിക്കേഷൻ അടുത്ത സീസണിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2026 മാർച്ചിലാണ്. അത്തരത്തിലുള്ള അപ്ലിക്കേഷൻ മേൽ $1,00,000 വിസ ഫീ വേണ്ടി വരും എന്നുള്ള ക്ലാരിഫിക്കേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ബാച്ചിലത്തെ വിസ ഫീ ആപ്ലിക്കേഷൻ $215 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ എല്ലാ എക്സ്പെൻസുകളും കൂടിയിട്ട് മുമ്പത്തെ ചെലവ് $2,000-നും $5,000-നും അഗൻസ്റ്റ് ഇടയിലായിരുന്നു. ഇതാണ് അമേരിക്കൻ ഗവൺമെൻറ് $1,00,000 ആക്കി കൂട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ക്ലാരിഫിക്കേഷൻ എക്സിസ്റ്റിംഗ് വിസകൾക്കോ റിന്യൂവലിനോ ഇതൊന്നും ബാധകമല്ല, പുതിയ വിസകൾക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. അതേസമയം ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുള്ള H1 വിസകൾക്ക് ഇത് ബാധകമല്ല എന്നുള്ള റിപ്പോർട്ട് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നാളെ നമ്മുടെ മാർക്കറ്റിൽ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മുടെ ടെക്നോളജി സ്റ്റോക്കുകൾ കാണിക്കാൻ പോകുന്നില്ല. മറിച്ച് ചെറിയൊരു നെഗറ്റീവ് നീജർക്ക് റിയാക്ഷനൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ US ഗവൺമെൻറ് ക്ലാരിഫിക്കേഷൻ വളരെ ആശ്വാസകരമാണ് ഇന്ത്യൻ ടെക്നോളജി കമ്പനികളെ സംബന്ധിച്ച്. കാരണം H1B വിസ കോട്ട 65,000 ഒരു വർഷത്തെ കോട്ട. അതോടൊപ്പം തന്നെ 20,000 H1B വിസ കോട്ടയുണ്ട് അമേരിക്കയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും PhD ഒക്കെ നേടുന്ന പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള വേറൊരു കോട്ടയുണ്ട്. പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അലോക്കേഷൻ അറൗണ്ട് 71-72% എല്ലാ വർഷങ്ങളിലും കിട്ടാറ് ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാമിലീസ് അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ഫാമിലീസ് H1 വിസ ഹോൾഡേഴ്സൊക്കെ വളരെ ടെൻഷനിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ക്ലാരിഫിക്കേഷൻ അത്തരത്തിലുള്ള ടെൻഷൻ മാറ്റിയിരിക്കുകയാണ്. പോസിറ്റീവാണ് നമ്മളെ സംബന്ധിച്ച്. എന്നിരുന്നാലും പുതിയ അപ്ലിക്കൻസിന് $1,00,000 വിസ ഫീ വരുന്നത് തീർച്ചയായിട്ടും ടെക്നോളജി കമ്പനികൾ പുതുതായിട്ട് ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നോളജി US-ൽ സർവീസുള്ള ഇന്ത്യൻ ടെക്നോളജി കമ്പനികൾ അല്ലെങ്കിൽ US-ലത്തെ മൾട്ടിനാഷണൽ കമ്പനികൾ H1 വിസ പ്രകാരം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് ടെക്നോളജി പ്രൊഫഷണൽസിന് കൊണ്ടുവരികയാണെങ്കിൽ ആ കമ്പനികളെ സംബന്ധിച്ച് പുതിയ വിസ ഫീസ് ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു ഡിസ്കഷനിൽ കൂടെ അത് സെറ്റിൽ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻ്റാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. GST റേറ്റ് റിഡക്ഷൻ ഉത്സവ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതായത് പുതിയ GST സ്ലാബിലും റെഡ്യൂസ്ഡ് റേറ്റിലുള്ള GST ആണ് സെപ്റ്റംബർ 22 മുതൽ ഇഫക്റ്റീവ് ആവുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കൺസംഷൻ കൂടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇതുകൊണ്ടുള്ളത്. കൺസംഷൻ ഡ്രിവൺ സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്. ഓൾറെഡി ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഗവൺമെൻറ് വളരെ സീരിയസ് ആണ്. 100 ദിവസത്തെ GST റേറ്റ് റിഡക്ഷൻ ഉത്സവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമേഴ്സ് കമ്പനികൾക്കൊക്കെ പ്രത്യേകം ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ റിഡക്ഷനും ബില്ലുകളിൽ കാണിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ ഷിപ്പിംഗ് സെക്ടറിൽ ഷിപ്പ് ബിൽഡിങ്ങിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള അനൗൺസ്മെൻ്റൊക്കെ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇന്ത്യയിലെ ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ് തൂത്തുക്കുടിയിലെ
കമേഴ്ഷ്യൽ ഷിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു MOU തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. മസഗൺ ഡോക്കും ഇത്തരത്തിലുള്ളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, പഴയ റിലയൻസ് നേവൽ ഡിഫൻസ് ആണ്, ഈ കമ്പനിയും ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷിപ്പിംഗ് രംഗത്തുള്ള ഷിപ്പ് മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണിത്. അതോടൊപ്പം തന്നെ ഇതുവരെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് പോർട്ടുകൾക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിനും കൂടി ഇത്തരത്തിലുള്ള ഷോപ്പുകൾ വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസഗൺ ഡോക്ക്, അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. നാളെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഈ സ്റ്റോക്കുകൾ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം GRS ഒരു ജർമ്മൻ കമ്പനിയിൽ നിന്ന് 4 വെസൽസിനുള്ള ഒരു ഓർഡറും ബാഗ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഈ ഓർഡറിൽ നിന്ന് 2 വെസൽ കൂടി അഡീഷണൽ ആയിട്ട് ഓർഡർ ലഭിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ പൊതുവെ ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച്, ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, വാട്ടർ സപ്ലൈ, അയൺ ഓർ പൈപ്പ് ലൈൻസ്, ഇതിനൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഒപ്റ്റിക്കൽ ഫൈബർ, വയർ, കേബിൾ നെറ്റ്വർക്ക്, ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കമ്പനികൾക്കും കൂടി ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റാ സെൻറ്ററുകൾ, ചെറിയ ഡാറ്റാ സെൻറ്ററുകൾക്കും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇത് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ് ഈ സെക്ടറുകളിൽ നിന്നുള്ള കമ്പനികളെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ നമ്മൾ അഡാനി ഗ്രൂപ്പ് കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ സെബി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ഇതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് സെബിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഹിൻഡൻബർഗ് ഉന്നയിച്ചിരുന്ന അലഗേഷൻസ് എല്ലാം തന്നെ ബേസ്ലെസ് ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അഡാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡുള്ളത്. ഒപ്പം നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ L&T മൈൻഡ്ട്രീ അവരുടെ ഡിജിറ്റൽ റവന്യൂ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് ഈ ധനകാര്യ വർഷത്തെ സെക്കൻഡ് ഹാഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. L&T മൈൻഡ്ട്രീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ SME സെഗ്മെൻറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം IPOs ആണ് ഈ ആഴ്ചയിലുള്ളത്. SME സെഗ്മെൻറ്റിൽ നിന്ന് 17 IPOs ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ബോർഡിൽ നിന്ന് 11 IPOs ഉണ്ട് ഈ ആഴ്ചയിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഓർഡർ ബാഗിംഗ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ നെറ്റ് വെബ് വീണ്ടും 450 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഓർഡർ ബുക്ക് 6326 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഇന്ത്യയിൽ ഉള്ള ഒരു കമ്പനിയാണ്. 1999 ഈ കമ്പനി ഫോം ചെയ്തത്. പക്ഷേ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രകാരം AI റിലേറ്റഡ് GPU ആക്സലറേറ്റർ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇന്ത്യയിലത്തെ ഏക കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വളരെയധികം ഓർഡേഴ്സാണ് ഈ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 11.33 കോടി രൂപ മാത്രമേ ഉള്ളൂ. പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന 21.03% ആണ്. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 3250-3300 റേഞ്ചിലൊക്കെയാണ്. 2 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ഈ ഓർഡർ ബാഗിംഗ് ന്യൂസ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നെറ്റ് വെബ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ധാരാളം ഓർഡേഴ്സും കൂടി ഫർദർ നെറ്റ് വെബ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് നെറ്റ് വെബിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ വളരെയധികം അനൗൺസ്മെൻറ്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ ലിമിറ്റഡ് ആയിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസ് മൈനിങ്ങിനും എക്സ്പ്ലോറേഷനും വേണ്ടി തന്നെയാണ്. അതോടൊപ്പം തന്നെ കപ്പാസിറ്റി വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോപ്പർ പ്രൈസ് ഇൻക്രീസ് ആവുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ കമ്പനിക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട്
മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിഫോം മെഷേഴ്സും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മൾ IPO സെഗ്മെൻറ്റിൽ സെലക്റ്റീവ് ആയിട്ടുള്ള IPO സജഷൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റേഴ്സിന് ഈ ആഴ്ച സജസ്റ്റ് ചെയ്യുന്ന മെയിൻ ബോർഡ് IPO ഒന്ന് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. ഓട്ടോ അതുപോലെ തന്നെ ഇൻവെർട്ടർ ഡ്യൂട്ടി ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പവർ സെക്ടർ രംഗത്ത്. അതുപോലെ തന്നെ ഹോം ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അതുപോലെ തന്നെ ഇലക്ട്രിക് ട്രെയിനുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഇൻവെർട്ടർ ഡ്യൂട്ടി ട്രാൻസ്ഫോമർ. ഇതുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയാണ്. ഈ IPO 718-754 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പർ പ്രൈസ് ബാൻഡ് 754 രൂപയാണ്. 2 രൂപയാണ് ഫേസ് വാല്യൂ. സെപ്റ്റംബർ 22 ഓപ്പൺ ചെയ്ത് 24 ക്ലോസ് ചെയ്യുന്നത്. 19 ഷെയറാണ് മിനിമം ആപ്ലിക്കേഷൻ ലോട്ട് വരുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ മറ്റൊരു IPO മെയിൻ ബോർഡ് IPO ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത് ശേഷസായി ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. മൾട്ടി ലൊക്കേഷൻ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. ഓഫീസ് പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ആണ്. ബാങ്കിങ്, ഫിനാൻസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് രംഗത്തുള്ള കമ്പനികൾക്കാണ് ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകളൊക്കെ പ്രിൻ്റ് ചെയ്യുക, പ്രീപെയ്ഡ് കാർഡുകൾ പ്രിൻ്റ് ചെയ്യുക, ചെക്ക് പ്രിൻറ്റിങ്, ഈ സർവീസസൊക്കെ ഈ കമ്പനിക്കുണ്ട്. സെപ്റ്റംബർ 23 ഓപ്പൺ ചെയ്യുന്നത്. 25 എൻഡ് ചെയ്യുന്നത്. 402-423 ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പർ പ്രൈസ് ബാൻഡ് 423. ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിലും നല്ലൊരു കമ്പനിയാണ് ശേഷസായി ടെക്നോളജീസ് ലിമിറ്റഡ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. മറ്റൊരു മെയിൻ ബോർഡ് IPO ജിങ്കുഷാൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. കൺസ്ട്രക്ഷൻ മെഷീൻസ് എക്സ്പോർട്ട് ട്രേഡിങ്ങിലൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ആക്ഷൻ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഒരു പിയർ കമ്പനിയായിട്ട് വരുന്നത്. ജിങ്കുഷാൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓപ്പൺ ചെയ്യുന്നത് 25 സെപ്റ്റംബറിനാണ്. എൻഡ് ചെയ്യുന്നത് 29 തീയതിയാണ്. 115-121 പ്രൈസ് ബാൻഡ് വരുന്നത്. 121 അപ്പർ പ്രൈസ് ബാൻഡ്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ഈ കമ്പനിക്ക് എക്സ്പോർട്ട്സും ഉണ്ട് 30 രാജ്യങ്ങളിലേക്ക്. കഴിഞ്ഞ വർഷം തന്നെ 10 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട്സ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും ജിങ്കുഷാൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈ മെയിൻ ബോർഡ് IPOയും ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അപ്പോൾ 11 മെയിൻ ബോർഡ് IPOസിൽ 3 IPOs ആണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 17 SME IPOs ഉണ്ട് ഈ ആഴ്ചയിൽ ഓപ്പൺ ചെയ്യുന്നത്. ഈ IPOസിൽ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന IPOs. ഈ IPOs നോക്കുകയാണെങ്കിൽ ട്രൂ കളർ ലിമിറ്റഡ് ഡിജിറ്റൽ ടെക്സ്റ്റൈൽ പ്രിൻറ്റേഴ്സ് അതുപോലെ തന്നെ റിലേറ്റഡ് മാനുഫാക്ചറിങ് സപ്ലൈ ഒക്കെയുള്ളൊരു കമ്പനിയാണ്. ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ ഇന്ത്യയിലത്തെ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള പ്രിൻറ്റേഴ്സൊക്കെ സപ്ലൈ ചെയ്യുന്നത്. BSE SMEയിലാണ് ഈ IPO വരുന്നത്. മാർക്കറ്റ് ലോട്ട് 600 2 ലോട്ട് അപ്ലൈ ചെയ്യണം. ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു IPO ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. 181-191 ഈ IPOൻ്റെ പ്രൈസ് റേഞ്ച്. അതായത് 191 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 23 സെപ്റ്റംബറിന് ആരംഭിച്ച് 25 സെപ്റ്റംബറിനാണ് എൻഡ് ചെയ്യുന്നത്. നല്ലൊരു IPO ആണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ് ട്രൂ കളർ ലിമിറ്റഡ്. അപ്പോൾ ഇത് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. 23/9/2025 ഈ IPO സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ H1B വിസയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓവർസീസ് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ADRകൾക്ക് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ നാളെ അതിൻ്റേതായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം US ഗവൺമെൻറ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. H1B വിസ സംബന്ധിച്ച് ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ H1B വിസ റിലേറ്റഡ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ
നമ്മുടെ മാർക്കറ്റിനെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് നാളെ മുതൽ GST ഉത്സവം ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം റിഫോം മെഷേഴ്സൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് രംഗത്തുള്ള കമ്പനികളൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഗോൾഡ്, സിൽവർ, ഈ കമോഡിറ്റികളൊക്കെ വീണ്ടും മുന്നേറിയേക്കാം. ഒപ്പം പീയൂഷ് ഗോയൽ, നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ, നാളെ അമേരിക്ക വിസിറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസൊക്കെ ആരംഭിച്ചേക്കാം. അതിൻ്റെ ന്യൂസ് ഫ്ലോസൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സൊക്കെ പുറത്ത് വന്നിരുന്നു. നമ്മുടെ കോർപ്പറേറ്റ് അഡ്വാൻസ് ടാക്സ് ഫിഗറുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ബെറ്റർ ടാക്സ് ആണ് പേ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോർപ്പറേറ്റുകൾ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്വാർട്ടർ ട്രൂ റിസൾട്ടുകൾ ക്വാർട്ടർ 1 ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിന് നൽകാൻ പോകുന്നത്. കാരണം നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ടുകൾ, Q1 റിസൾട്ടുകൾ തന്നെയാണ് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ നൽകാനായിട്ടുള്ള ഒരു കാരണം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസൊക്കെ താഴെയാണ്. 1 ഇയർ ഡാറ്റ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ 27 നിഫ്റ്റിയും സെൻസസും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ, അതായത് 2024 സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബർ 27 26,277.35 നിഫ്റ്റി ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച 19/9/2025 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,327.05 അതായത് 950.3 പോയിന്റ് താഴെയാണ്. അതോടൊപ്പം തന്നെ സെൻസെക്സ് കഴിഞ്ഞ സെപ്റ്റംബർ 27 2024 സെപ്റ്റംബർ 27 ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ 85,978.25 കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 82,626.23 അതായത് 3,352.02 പോയിന്റ്സ് താഴെയാണ്. അപ്പോൾ ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് വളരെ മോശമാണ്. കഴിഞ്ഞ സെപ്റ്റംബറും ഈ സെപ്റ്റംബറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ഗ്ലോബലി ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചൈനീസ്, ജാപ്പനീസ് മാർക്കറ്റുകൾ, അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ ഒരു അണ്ടർ പെർഫോമൻസ് അടുത്ത മാസങ്ങളിലൊക്കെ ഓവർകം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്വാർട്ടർ 2 റിസൾട്ടുകൾ വരാൻ പോകുന്ന ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ ദീപാവലി വരുന്നത് ഒക്ടോബർ 21 ദീപാവലിക്ക് മുമ്പ് അല്ലെങ്കിൽ ദീപാവലിയോട് കൂടി നമ്മുടെ നിഫ്റ്റിയും സെൻസസും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെക്കോർഡ് ഹൈ ക്രോസ് ചെയ്ത് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി വലിയ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ലാഗൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടായേക്കാം. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിലും അത്തരത്തിലുള്ള ചെറിയ ഇമ്പാക്റ്റൊക്കെ വന്നേക്കാം. പക്ഷേ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും തന്നെ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് നമ്മുടെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളിലുണ്ടാവുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഒരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് റിഫോം മെഷേഴ്സ്, ഇന്ത്യ ഗവൺമെൻറ് സ്ട്രോങ് സ്റ്റാൻഡൊക്കെ വളരെ പോസിറ്റീവാണ് നമ്മുടെ മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ടുകൾ ബെറ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഈ ആഴ്ച മാർക്കറ്റിൽ മൂവ് ചെയ്യുക, വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. അതേസമയം GST ഉത്സവ സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ അടുത്ത മാസം സെക്കൻഡ് വീക്കോടുകൂടി വന്നു തുടങ്ങും. ഈ ഒരു എക്സ്പെക്റ്റേഷൻസിൽ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.